ഒളിമ്പിക്സ് മെഡൽ ജേതാവായ ഗുസ്തി താരം ബജ്രംഗ് പൂനിയയ്ക്ക് സസ്പെൻഷൻ. ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസിയുടേതാണ് നടപടി. ഗുസ്തി താരങ്ങളുടെ സമരത്തിന്റെ നേതൃനിരയിലുണ്ടായിരുന്ന താരമാണ് ബജ്രംഗ് പൂനിയ. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, നേരത്തെ തന്നെ ഈ പരിശോധനയിൽ ബജ്രംഗ് പൂനിയ പരാജയപ്പെട്ടു എന്നത് വാർത്തയെ വന്നതാണ്. ഒപ്പം ഇനി മുന്നോട്ട് നിൽക്കുന്ന ലോകമാമാങ്കമടക്കം ബജ്രംഗ് പൂനിയയ്ക്ക് നഷ്ടമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണോ? നിലവിലെ സാഹചര്യത്തിൽ ഗോകുൽ അത്തരത്തിലുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഉള്ളത്. കാരണം ഈ മാർച്ച് 10-ന് സോനിപത്തിൽ നടന്ന ട്രയൽസിൽ സാമ്പിളുകൾ നൽകാൻ, ഈ പരിശോധന നടത്താനായി സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് നേരത്തെ ഉത്തേജക വിരുദ്ധ ഏജൻസിയായ നാഡ ബജ്രംഗ് പുനിയയ്ക്ക് സസ്പെൻഷൻ നൽകുകയും അദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് അയക്കുകയും ചെയ്തത്. എന്നാൽ ഈ നോട്ടീസിനെതിരെ, ഈ സസ്പെൻഷനെതിരെ ബജ്രംഗ് പുനിയ അച്ചടക്ക സമിതിയെ സമീപിച്ച് അച്ചടക്ക സമിതി അദ്ദേഹത്തിനെതിരായ സസ്പെൻഷൻ പിൻവലിച്ചിരുന്നു. അതിൽ കാരണമായി ചൂണ്ടിക്കാണിച്ചത് അദ്ദേഹത്തിന്റെ എന്താണ് അദ്ദേഹം ചെയ്ത കുറ്റം എന്ന് സംബന്ധിച്ച് വ്യക്തമായ ഔദ്യോഗികമായി അറിയിച്ചില്ല എന്നുള്ളതാണ്. ഈ നോട്ടീസ് ഓഫ് ചാർജ് അദ്ദേഹത്തിന് നൽകിയിരുന്നില്ല എന്നുള്ളതായിരുന്നു ഈ സസ്പെൻഷൻ ആ ഘട്ടത്തിൽ റദ്ദാക്കാൻ കാരണം. എന്നാൽ നിലവിൽ ഇപ്പോൾ ഈ നോട്ടീസ് ഓഫ് ചാർജ് നൽകിക്കൊണ്ടാണ് നാഡ ബജ്രംഗ് പുനിയയ്ക്ക് വീണ്ടും സസ്പെൻഷൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജൂലൈ 10-നകം അദ്ദേഹം ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണം എന്നാണ് നാഡ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം ബജ്രംഗ് പുനിയയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വ്യക്തമാക്കുന്നത്, നേരത്തെ ഈ നാഡ പരിശോധനയ്ക്കായി നൽകുന്ന കിറ്റുകൾ, അത് കാലാവധി പൂർത്തിയാക്കിയ കിറ്റുകളാണ് നൽകുന്നത്. അതിൽ പരിശോധിക്കുമ്പോൾ യഥാർത്ഥ ഫലം ലഭിക്കണം എന്നില്ല എന്നതുകൊണ്ട് തന്നെ അതിൽ താൻ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു എന്നും നാഡയിൽ നിന്നും ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി യാതൊരു പ്രതികരണവും ഇതിനോട് ലഭിച്ചിട്ടില്ല എന്നുമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പരിശോധനയ്ക്ക് താൻ തയ്യാറാകാതിരുന്നത് എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം. നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് നടക്കാനിരിക്കുന്ന മത്സരങ്ങൾ പലതും, അന്താരാഷ്ട്ര മത്സരങ്ങൾ ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സസ്പെൻഷൻ തുടരുകയാണെങ്കിൽ. നേരത്തെ ഗൂഗിൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഗുസ്തിക്കാരുടെ സമരം, പ്രധാനമായും ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന് എതിരായി ജന്തർ മന്ദറിൽ ഉൾപ്പെടെ നടത്തിയ സമരത്തിന് നേതൃത്വം നൽകിയ താരമാണ് ബജ്രംഗ് പുനിയ. ഈ ഒരു പശ്ചാത്തലം കൂടി അദ്ദേഹത്തിന് എതിരായ ഈ നടപടി ഉണ്ടാകുമ്പോൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും ഈ പുതിയ സസ്പെൻഷൻ നടപടിക്ക് ശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണം അല്പസമയത്തിനകം തന്നെ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗൂഗിൾ. ശരി, കേന്ദ്ര സർക്കാരിനെ തന്നെ പിടിച്ചുലച്ച, രണ്ടാം മോദി സർക്കാരിനെ പിടിച്ചുലച്ച ഗുസ്തി താരങ്ങളുടെ സമരത്തിന് മുൻനിരയിൽ നിന്ന ഗുസ്തി താരം കൂടിയാണ് ബജ്രംഗ് പൂനിയ. പക്ഷേ ഈ കഴിഞ്ഞ പരിശോധനയ്ക്ക് അദ്ദേഹം സാമ്പിൾ നൽകിയില്ല. അതിൽ ആ സാമ്പിളിംഗ് അല്ലെങ്കിൽ പരിശോധനയിൽ ഒക്കെ പ്രശ്നങ്ങളുണ്ട് എന്നതായിരുന്നു ബജ്രംഗ് പൂനിയ ഉയർത്തിയ വാദം. ഏതായാലും ഇപ്പോൾ താരത്തിന് സസ്പെൻഷൻ വന്നിരിക്കുന്നു. ഒളിമ്പിക്സ് അടക്കമുള്ള ലോകവേദികളിലേക്കുള്ള പ്രയാണത്തിൽ അല്ലെങ്കിൽ മത്സരത്തിനൊക്കെ ഒരുപക്ഷെ വിലങ്ങുതടിയായേക്കാവുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ബജ്രംഗ് പൂനിയയുടെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അടുത്ത മണിക്കൂറുകളിൽ തന്നെ.